അത് വേറെ മാറ്റമൊന്നുമില്ല. വെങ്കീൻ്റെ ഒരു അത്യാവശ്യം എന്താ പറയുക, നല്ലൊരു തിരിച്ചു വരവെന്ന് തന്നെ പറയാം. പുള്ളി ട്രിവാൻഡ്രംകാരനാണ്. സോ പ്രൗഡ്. പുള്ളി കിട്ടിലോട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നായകനേക്കാൾ സ്കോർ ചെയ്തത് വെങ്കിയാണ്. പുള്ളിയുടെ എനിക്കൊന്ന് മലയാളത്തിലും എല്ലാ ഭാഷകളിലായിട്ട് പുള്ളിക്ക് ഏറ്റവും നല്ലൊരു വേഷം കിട്ടിയ ഈ സിനിമയിലാണ്. വെങ്കടേഷ് കിടിലം, ഒന്നും പറയാനില്ല. പുള്ളി പെർഫെക്റ്റ് വില്ലൻ, ആ ഹീറോയ്ക്ക് പറ്റിയ വില്ലൻ തന്നെയാണ്. ടോപ്പ് പെർഫോമൻസ് വിജയ് ദേവരകൊണ്ടും സത്യദേവുമാണ്. അവർ രണ്ടുമാണ് ഏറ്റവും നന്നായിരിക്കുന്നത്. അതെ അതെ, ഇതും അങ്ങനെ ചെയ്യരുത്. അന്ന് നല്ല പടമാണ്, എല്ലാവരും വന്ന് കാണുക. അങ്ങനെ എടുത്തു പറയാനായിട്ടുള്ള ഒരു മൂഡിലല്ല പടം കണ്ടതിലൊരു ത്രില്ല. ഒരു പൈസ വസൂൽ എൻ്റർടൈനറാണ് പടം. വിജയ് ദേവരകൊണ്ടേരെ കമ്പാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളിയുടെ പെർഫോമൻസ് വേറെ ലെവലായിട്ടുണ്ട് പടത്തിനകത്ത്. കിടിലം, ചില ഹൈ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അനിരുദ്ധ് തകർത്തിട്ടുണ്ട്. മലയാളികൾ ക്യാമറമാൻ ജോമോണ്ടി ജോണും നമ്മുടെ വെങ്കടേഷ് കിടിലം, ഒന്നും പറയാനില്ല. പുള്ളി പെർഫെക്റ്റ് വില്ലൻ, ആ ഹീറോയ്ക്ക് പറ്റിയ വില്ലൻ തന്നെയാണ്. കുഴപ്പമില്ലെന്ന് പറയാനുള്ളൂ. എടുത്തുപോയിട്ട് നമ്മളെ ചേർക്കില്ല തന്നെ സുടായിട്ടല്ല പയ്യൻ തകർത്തിട്ടുണ്ട്. മലയാളത്തിൽ കൊണ്ടുവന്ന ഒരു ഹീറോ ആയിട്ട് സൂപ്പറായിട്ട് ബാക്ക്ഗ്രൗണ്ട് ചേട്ടാ പടം എങ്ങനെയുണ്ട്? പടം കുഴപ്പമില്ല, ആവറേജ്. വെങ്കിയുടെ ആക്ടിങ് എങ്ങനെയുണ്ട്? വെങ്കി കൊള്ളായിരുന്നു. വെങ്കിക്ക് നല്ല റോളാണ് കിട്ടിയത്. നല്ലൊരു വില്ലൻ തന്നെയാണ്. നല്ല റോളാണ് കിട്ടിയത്. ചേട്ടാ പടം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സിനിമറ്റോഗ്രാഫിക്ക് വേണ്ടി കാണാം. പിന്നെ അനിരുദ്ധം കൊള്ളായിരുന്നു, ബാക്കിയെല്ലാം വെങ്കിയുടെ ആക്ടിങ് എങ്ങനെയുണ്ട്? വെങ്കി അടിപൊളി, പുള്ളിക്ക് ഒരു നൈസ് ബ്രേക്ക് ആയിരിക്കും. മൂവി എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? വെങ്കിയുടെ അഭിനയം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നല്ല രീതിയിൽ പിന്നെ ഫിലിം മേക്കിങ്ങും ടെക്നിക്സ് എല്ലാം നല്ല രസം, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കഥ ഒരു ലൈന് ഒരുവിധം ഇഷ്ടപ്പെട്ടു, നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എടുത്തു പറയാനായിട്ടുള്ള ഒരു മൂഡിലല്ല പടം കണ്ടതിലൊരു ത്രില്ല. ഓക്കെ, താങ്ക്സ്. ചേട്ടാ സിനിമ എങ്ങനെയുണ്ട്? സിനിമ സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളിയാണ്. എനിക്ക് കൊടൂര വില്ലൻ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. അതെ അതെ, നല്ല അഭിപ്രായം. അനിരുദ്ധിന്റെ മ്യൂസിക് എങ്ങനെയുണ്ട്? നൈസ് ആയിട്ടുണ്ട്. എല്ലാം കൊള്ളാം. പിക്ചർ എല്ലാം സമയം പോയത് ഇറങ്ങില്ല. നല്ല ക്യാമറ, ഡയറക്ഷൻ സൂപ്പർ, നല്ല വില്ലനൊക്കെ നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പടം നല്ല പടം, സൂപ്പർ പടം. വെങ്കിയുടെ അഭിനയം എങ്ങനെയുണ്ട്? അഭിനയം നന്നായിട്ടുണ്ട്. അടിപൊളി വില്ലൻ തന്നെയാണോ? നമ്മളെ മലയാളത്തിൽ അടുത്തൊരു ഹീറോ ആയിട്ട് പ്രതീക്ഷിക്കാം. ബോറിംഗ് ഒന്നുമല്ല, അല്പം മുഷിവുണ്ടാക്കുന്ന സിനിമയെന്ന് പറഞ്ഞു. നല്ല മൂവി, ചേട്ടാ സിനിമ എങ്ങനെയുണ്ട്? നല്ല സിനിമയായിരുന്നു. വിജയുടെ അഭിനയം കൊണ്ടും പിന്നെ ഇതിൽ പ്രത്യേകിച്ച് നമ്മുടെ വില്ലൻ നമ്മുടെ മലയാളികളുടെ വെങ്കിയുടെ നല്ല പ്രകടനമാണ്. പുള്ളിയുടെ എനിക്കൊന്ന് മലയാളത്തിലും എല്ലാ ഭാഷകളിലായിട്ട് പുള്ളിക്ക് ഏറ്റവും നല്ലൊരു വേഷം കിട്ടിയ ഈ സിനിമയിലാണ്. നന്നായിട്ടുണ്ട്. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ സിനിമാറ്റോഗ്രാഫി അത് പ്രത്യേകിച്ച് പറയണം. രണ്ട് മലയാളികളാണ്, ഗിരീഷും ജോമോനും. അത് രണ്ടുപേരുമാണ് സിനിമാറ്റോഗ്രാഫി. അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും പിന്നെ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് ആയാലും നല്ലൊരു മൂവി. പിന്നെ ഈ പറഞ്ഞ പോലെ റിയാലിറ്റിയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു തെലുങ്ക് സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് സാധാരണ ഒരിക്കലും അസംഭവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും നായകൻ 100 വെടികൊണ്ട് കൊണ്ടിട്ടും പിന്നെ അയാളുടെ അടുത്ത് തന്നെ കൈകൊണ്ട് നുള്ളിപ്പറക്കി കളഞ്ഞിട്ട് തിരിച്ചു വരുന്ന നായകൻ, അങ്ങനെയൊന്നുമില്ല. ഇത് ശരിക്കും നോർമലായിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു തീർച്ചയായിട്ടും പറയാം. പുള്ളിയുടെ കംബാക്ക് എന്നല്ല, പുള്ളി എല്ലാ സിനിമകളിലും പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ പുള്ളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഹൈപ്പ് കൊടുക്കേണ്ട സിനിമയൊന്നും അല്ല. പുതിയ ആക്ട്രസ് എങ്ങനെയുണ്ട്? ഇല്ല, നല്ല നടിയായാലും നടിക്ക് പിന്നെ വലിയ അധികം റോളില്ല. പിന്നെ വിജയും പിന്നെ നമ്മുടെ വെങ്കിയാണ് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ശരി, ദേവരകൊണ്ടാണ് ഡിയർ കോമ്പിനേഷൻ. ഇതൊരു നല്ല സിനിമയാണ് അടുത്ത കരിയറിൽ. ഇനി ഇതിന് സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് ഡയറക്ടർ ഇന്റർവ്യൂ പറയുന്നത് കേട്ട് കാണുമായിരിക്കും. സത്യത്തിൽ ആ പുള്ളി ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ സിനിമയിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വിജയ് ദേവരകൊണ്ടോട് അടിച്ചിക്കാൻ പറ്റിയൊരു വില്ലനാണെന്ന് തോന്നില്ല. എന്നാലും പക്ഷേ പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി അടിപൊളി ചെയ്തിട്ടുണ്ട്. നല്ല വയലൻസ് വെച്ച് നല്ല അടിപൊളി ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് അഭിനയം അറിയാം. പുള്ളി ഇവിടെ ആരും മൈൻഡ് ചെയ്യാത്ത പുള്ളി അവിടെ പോയത്. പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് കഴിവുണ്ടെങ്കിൽ പുള്ളി ഉറപ്പായിട്ടും വരും. വിജയ് ദേവരകൊണ്ടയുടെ രാജകീയമായ തിരിച്ചുവരവ് അന്ന് തന്നെ പറയാം. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ വേറെ ലെവൽ. ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഡൗൺ ആയിട്ട് ഇങ്ങനെ പോകും. ആ പോണ സമയത്ത് ആ മ്യൂസിക് ഡയറക്ടർ ഒരു കഴിവെന്ന് വെച്ചാൽ അതാണ് ഹൈ മൊമെൻ്റ് ആക്കാൻ വേണ്ടി അനിരുദ്ധിൻ്റെ ഒരു മ്യൂസിക് ഉണ്ട്. അതോടെ പടം കയറി അങ്ങ് ഒരു വേറെ ലെവലിൽ പോകും. എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നായകനേക്കാൾ സ്കോർ ചെയ്തത് വെങ്കിയാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ഒരു എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ ഇത്രയും ലെവലിൽ നല്ല കഷ്ടപ്പാടിനുള്ള ഫലം ഈ പടത്തിലുണ്ട്. ഒരു രക്ഷയിലെന്ന് വെച്ചാൽ സ്ക്രീൻ പ്രസൻസ് എല്ലാം വേറെ ലെവല്. വിജയ് ദേവരകൊണ്ടയുടെ കൂടെ ഇത്രയും ഇതിലൊരു ഫസ്റ്റ് തെലുങ്ക് പടത്തിൽ ഇത്രയും ലെവലായിട്ട് നിൽക്കുക എന്നൊരു വലിയൊരു സംഭവം തന്നെയാണ്. പടം നമുക്ക് ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ സൂപ്പറായിട്ട് കാണാൻ പറ്റിയ വിജയ് ദേവരകൊണ്ട ഇത്ര ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ്. കംബാക്കിന് പറ്റിയ പടം, മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ കാണാൻ പറ്റിയ പടം തന്നെയാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നൈസാണ്.
നല്ല വർക്ക് എടുത്തിട്ടുണ്ട്. അനിരുദ്ധാണെങ്കിൽ ആരാണല്ലോ നല്ല അടിപൊളിയായിട്ട് പണിയെടുത്തിട്ടുണ്ട്. VDJയുടെ കമ്പാക്കാണ് കേട്ടോ, അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് പുള്ളി പണിയെടുത്തിട്ടുണ്ട്. അനിരുദ്ധും ആ ഒരു 2 മണിക്കൂർ 50 മിനിറ്റോളം ഉണ്ട്. നല്ല രീതിക്ക് അത് കൊണ്ടുപോയിട്ടുണ്ട്. എവിടെ ഒരു സാധനം പോയി അൺവാണ്ടഡായിട്ട് ഇട്ടിട്ടില്ല. അത്ര അടിപൊളിയായിട്ട് സാധനം അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ജെഴ്സി എന്ന് പറഞ്ഞ പടമുണ്ട്, ഈ ഡയറക്ടറിൻ്റെ ആ പടം കണ്ടിട്ട് വർക്കായ ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് റിലീസായപ്പോൾ ഫ്ലോപ്പായിരുന്നു. പിന്നെ അവന്മാർ തലപ്പൊക്കി കൊണ്ട് കിടന്നു കൊള്ളാമെന്ന് പറഞ്ഞു. ഇതും അങ്ങനെ ചെയ്യരുത്. അന്ന് നല്ല പടമാണ്, എല്ലാവരും വന്ന് കാണുക. VDJ വിജയ് ദേവരകൊണ്ട അടിപൊളി, ഒരു രക്ഷയില്ല. പക്ക കമ്പാക്കിനുള്ള സാധനമുണ്ട്. ഓഡിയൻസ് എടുത്താൽ മതി. ഓഡിയൻസ് ഇപ്പോൾ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞ് റിലീസ് ചെയ്തിട്ട് ഇത് കൾട്ടാണെന്ന് പറയുന്ന ടീംസാണ് ഇപ്പം. പറയാൻ പറ്റില്ല. നല്ല പടമാണ്. എനിക്ക് നന്നായിട്ട് ഉറക്കായി. വെങ്കിയുടെ അടിപൊളി പുള്ളി സ്കോർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൽ പുള്ളി സ്കോർ ചെയ്തിട്ടുണ്ട്. പുള്ളി ട്രിവാൻഡ്രംകാരനാണ്. സോ പ്രൗഡ്. പുള്ളി കിട്ടിലോട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വെങ്കടേഷ് കൊള്ളായിരുന്നു. വെങ്കടേഷ് വലിയ അടിപൊളിയായിരുന്നു. പുള്ളിക്കാരന് ഒരു ഇത് കംബാക്ക് ഉണ്ടാവും. വേറെ പടത്തിൽ നല്ല ചാൻസ് കിട്ടി ഈ പടം കൊണ്ട്. കരിയർ ബ്രേക്ക് ആവും. കരിയർ ബ്രേക്ക് ആവും. ഇത് ആ ഡയറക്ടറിന്റെ ജേഴ്സി കണ്ടാണ് വന്നത്. അതിൻ്റെ അത്ര ഇല്ല. ആ ഒരു ഇത് പ്രതീക്ഷയില്ല വന്നു. വിജയദേവരൻ്റെ പ്രതീക്ഷയില്ല വന്നത്. ഡയറക്ടറിന്റെ ജേഴ്സി കണ്ടിട്ട് ആദ്യത്തിന്റെ ജേഴ്സിക്ക് ശേഷം എടുക്കാൻ പോണ പടമാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഇതിൻ്റെ അത്രയൊന്നും ഇല്ല. എക്സ്പെക്ടേഷനിലാണ് വന്നത്. പിന്നെ ഒരുമാതിരി ഫസ്റ്റ് ഹാഫ് കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒരുമാതിരിയിട്ട് ഇതാക്കി കളഞ്ഞു. സത്യദേവൊക്കെ നല്ല പെർഫോമൻസ്, നല്ല രസമുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി കൊള്ളാം. പിന്നെ എന്താണ് ഭയങ്കര ഒരു സംഭവം എന്നല്ല, സാമാന്യം നല്ല പടം. വിജയ് ദേവരെ കൊണ്ട് ഈ ഒരു ലിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ തോന്നുന്നു. കൊള്ളായിരുന്നു. ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഏറ്റവും ടോപ്പ് പെർഫോമൻസ് വിജയ് ദേവരെ കൊണ്ട് സത്യദേവുമാണ്. അവർ രണ്ടുമാണ് ഏറ്റവും നന്നായിരിക്കുന്നത്. അതെ. കൊള്ളാം. മ്യൂസിക്കിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക് പല സ്ഥലങ്ങളിലും ഈ പടത്തിൻ്റെ ഒരു സീന് മാറ്റുന്നുണ്ട്. നന്നായിട്ട് ഒരു ഗ്രാഫ് ഉയർത്തുന്നുണ്ട്. ആ മ്യൂസിക്കിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെ. മൂവി കൊള്ളാം, കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ് പൾസ് ചെയ്ത് പോയിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നല്ലൊരു മൂവി തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണേണ്ട പടം. മലയാളികളുടെ സ്ഥാനത്തുണ്ടല്ലോ വെങ്കടേഷും ബാബുരാജും. വെങ്കടേഷ് എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ റോൾ നല്ല മികച്ച രീതിക്ക് തന്നെ ചെയ്തു. മലയാളത്തിൽ കിട്ടാത്തത് പുള്ളിക്കാരൻ്റെ തെലുങ്കിൽ പോയപ്പോൾ കിട്ടിയിട്ടുണ്ട് സ്ഥാനം. കരിയർ ബ്രേക്ക് തന്നെയാണ്. അത് വേറെ മാറ്റമൊന്നുമില്ല. വെങ്കീൻ്റെ ഒരു അത്യാവശ്യം എന്താ പറയുക, നല്ലൊരു തിരിച്ചു വരവെന്ന് തന്നെ പറയാം. ടോട്ടലി എന്താ പറയുക, നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാമറമാനും എല്ലാം മലയാളത്തിലുള്ളതല്ലേ. ജോമാനായാലും ഗിരീഷായാലും എല്ലാവരും അതിൻ്റെ രീതിക്ക് പ്രോഡക്റ്റ് വൈസ് നല്ലൊരു സാധനമാണ്. നമുക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ട് രസിക്കാൻ വേണ്ടി. പിന്നെ ഇതിൽ ഏറ്റവും വലിയ ബാക്ക് ബോൺ അനിരുദ്ധാണ്. അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ് കുറച്ചും കൂടെ പൾസ് ചെയ്ത് കയറി വന്നത് പടത്തിനെ കുറിച്ച്. പിന്നെ വിജയൻ്റെ ബ്രദറായിട്ട് അഭിനയിച്ച സത്യദേവ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. ടോട്ടലി നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു പടം തന്നെയാണ്.